നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു പുതിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയൊരു ടെക്സ്ചർ ഉണ്ട്, ഗ്രാനസ്റ്റ് എന്നും പറഞ്ഞിട്ട്. ഇത് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളതാണ്, സ്റ്റോൺ ഫിനിഷാണത്. ഇതിൻ്റെ ഒരു പുതിയൊരു മെറ്റീരിയലാണ് നമ്മളിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ടൈനി, ഗ്രാനസ്റ്റ് ടൈനി, അങ്ങനെ ഇതിൻ്റെ പേര് വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന സ്റ്റോണിനേക്കാളും കുറച്ചും കൂടി സ്മൂത്തായിട്ടുള്ളൊരു സ്റ്റോണാണത്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് തുടങ്ങുന്ന നല്ല സോഫ്റ്റ് ആയിരിക്കും, പിന്നെ പൊടിയൊന്നും അധികം പിടിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം നമ്മൾ ചെയ്തൊരു ഡിസൈൻസാണത്. ഇതിനകത്ത് ഇത്ര ഷെയ്ഡുകളുണ്ട്. ഇതല്ലാതെ നമുക്ക് ഇതിനകത്ത് കൂടുതൽ ഷെയ്ഡുകൾ വേണമെങ്കിൽ നമുക്ക് പഴയ ഷെയ്ഡിൽ നിന്ന് തന്നെയുള്ള കളറുകൾ നമുക്ക് ഇതിനകത്ത് എടുക്കാവുന്നതാണ്. ഇത്ര ഷെയ്ഡുകൾ പഴയ ഷെയ്ഡുകളാണ്. ഇതെല്ലാം നമുക്ക് പുതിയ ടൈനിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. രണ്ടും രണ്ട് മെറ്റീരിയലാണ്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത ഇത് കുറച്ച് റഫാണ്. ഈ മെറ്റീരിയൽസ് എല്ലാം കുറച്ച് റഫാണ്. ഇതിനകത്ത് സ്പ്രേ അടിക്കാൻ നമുക്ക് ബ്ലേഡിന് അപ്ലൈ ചെയ്യാം. അതേസമയം നമുക്കിപ്പോൾ പുതിയ ടൈനി മെറ്റീരിയലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും നമുക്ക് സ്പ്രേയും ചെയ്യാൻ പറ്റും, ബ്ലേഡിനും അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. ഇതിൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലേഡിന് അപ്ലൈ ചെയ്യുന്ന ഇച്ചിരി കൂടി സുഖമാണ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അധികം പൊടിയൊന്നും പിടിക്കില്ല, സോഫ്റ്റാണ്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ടൈനി അപ്ലൈ ചെയ്യാനുള്ള മെത്തേഡാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന സ്റ്റോണിൻ്റെ സെയിം മെത്തേഡ് തന്നെ. സാധാരണ നമ്മൾ സ്റ്റോൺ അടിക്കുമ്പോൾ ബേസായിട്ട് ഒരു കളർ കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഗ്രേ ആണ് അടിക്കണമെങ്കിൽ അതിനൊരു ഡാർക്ക് ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡ് നമ്മൾ കൊടുത്തിട്ടാണ് ഗ്രേ അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു 888 എന്ന് പറഞ്ഞിട്ടൊരു കളറാണ് ഇതിന് ചൂസ് ചെയ്തിരുന്നത്. ഇതിന് ബേസായിട്ട് നമ്മൾ ബ്ലാക്കാണ് കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഏത് കളറിലും മാച്ചിങ് ആയിട്ടുള്ള ബേസ് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബേസ് കളർ പറഞ്ഞാൽ അടിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മൾ സാധാരണ സ്റ്റോണിൽ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ, ആ മെത്തേഡ് തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷിങ് ഘട്ടത്തിലേക്ക് ആയി കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് ബേസ് അടിച്ചതിന് ശേഷം ഒറ്റ കോട്ട് സ്റ്റോൺ ഇട്ടാൽ മാത്രം മതി. അപ്പോൾ മറ്റേ സ്റ്റോൺ ചെയ്യണ പോലെ തന്നെ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഒരു ബേസ് അടിക്കുക, സെക്കൻഡ് കോട്ട് നമ്മൾ സ്പ്രേയോ അല്ലെങ്കിൽ ബ്ലേഡിനോ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ക്ലിയർ അടിക്കുന്നു. അങ്ങനെ ഒരു കോട്ടിൽ നമ്മൾ തീർക്കുന്നത്. വലിയ വാളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു കവറേജ് എന്തെങ്കിലും പ്രശ്നം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കോട്ടും കൂടി അപ്ലൈ ചെയ്യാം, കുറച്ചും കൂടി ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ഒരു കോട്ടിൽ തന്നെ നമുക്ക് ഏകദേശം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അത് ഒരു കോട്ടിൽ തന്നെ നമുക്ക് സ്റ്റോൺ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉണങ്ങി കഴിഞ്ഞിട്ട് അടിക്കുന്ന ക്ലിയർ, വാട്ടർ ബേസ് ക്ലിയർ, നമുക്ക് ഈ ക്ലിയറാണ് നമ്മൾ കൂടുതൽ അടിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ സ്റ്റോണുകളിൽ എല്ലാത്തിലും അടിക്കുന്നത്. സ്റ്റോണിൽ അടിക്കുന്ന ടൈൽ ഗാർഡ് ക്ലിയർ ഉണ്ട്, അതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓയിൽ ബേസ് വരുന്ന ടൈൽ ഗാർഡ് ക്ലിയറുകളുണ്ട്, അത് നമുക്ക് അടിക്കാവുന്നതാണ്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വുഡിലടിക്കുന്ന ക്ലിയറുകൾ പ്രത്യേകിച്ച് അടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം വുഡിലടിച്ച ക്ലിയറുകൾ ഇതിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളറിൻ്റെ ഒരു ഷെയ്ഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വുഡിലടിക്കുന്ന ക്ലിയറുകൾ പരമാവധി ഒഴിവാക്കുക. സ്റ്റോണിലടിക്കുന്ന ക്ലിയറും ഈ വാട്ടർ ബേസ് ക്ലിയറും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കിത് ടവലിലും ബ്ലേഡിനാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സാധാ സ്റ്റോൺ ചെയ്യണമല്ലോ, പഴയ സ്റ്റോൺ ചെയ്യണ പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ ഇതിനും ഉപയോഗിക്കാം. സ്പ്രേ ചെയ്യണമെങ്കിൽ സ്പ്രേ ചെയ്യാം. അപ്പോൾ നിങ്ങളിതിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആണെന്നാണെങ്കിൽ നമുക്ക് ഓഫീസിൽ വിളിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാമ്പിൾസ് കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് ഒരു വലിയ സൈറ്റിലെടുത്ത് ചെയ്യണം, അല്ലെങ്കിൽ പുതിയ സൈറ്റുകൾ ചെയ്യാം. പഴയ സ്റ്റോൺ ചെയ്ത് ഉപയോഗിച്ച് ശീലമുള്ളവർക്കാണെങ്കിൽ ഇത് ഇച്ചിരി കൂടി സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്.